KCBCയുടെ മദ്യ നയമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിന് നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. 884 ബാറുകളാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 95.29% ബാറുകളും സിംഗിൾ ഓണർഷിപ്പിലുള്ളതാണ്. ഇത് തന്നെ നമ്മൾ സമുദായം തിരിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈഴവ വിഭാഗത്തിനാണ് കൂടുതൽ ബാറുകളുള്ളത്. ഈ പറയുന്ന ബാർ ഉടമകളായ ക്രിസ്ത്യാനികളായ ആളുകളോട് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിയാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ അവരോട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനോ അവരുടെ ചടങ്ങുകൾക്ക് എന്തെങ്കിലും ആ രീതിയിൽ ഒന്നും സഭ ചെയ്യുന്നില്ല എന്നുള്ളൊരു പിന്നെ പള്ളി എങ്ങനെ പണിയും, പള്ളിയുടെ പാരിഷോൾ എങ്ങനെ ആര് പണിയും? ഈ KCBCക്ക് മുകളിൽ ഒരു CBCI എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ CBCI എന്തുകൊണ്ടാണ് ഈ ദേശീയ തലത്തിൽ ഈ മദ്യവിരുദ്ധ സമീപനമോ മദ്യം നിരോധിക്കണമെന്നോ മദ്യം ആ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു നീക്കത്തിലേക്ക് പോകാത്തത്? അപ്പം ഈ പ്രശ്നം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ രാഷ്ട്രീയമായി വരുന്ന ഒരു പ്രശ്നമായിട്ട് കാണേണ്ടി വരുന്നത്. KCBC എന്ന് പറയുന്ന ഒരു സംവിധാനം സഭയ്ക്കകത്തുള്ളത് ഇവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കണമല്ലോ. നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഒരു ഇടപെടൽ നടത്തണമല്ലോ. ജോർദാൻ നമസ്കാരം. നമസ്കാരം. ജോർദാൻ, ഈ KCBCയുടെ മദ്യ നയമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിന് നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? സമരം ശക്തമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പൊ ബാറുകളുടെ ടൈം പ്രശ്നത്തിലൊക്കെ അപ്പൊ ആ രീതിയിലൊരു നിലപാടിലേക്കാണ് പോകുന്നത്. സമരം ശക്തമായിട്ട് വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഒരു കാര്യം വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഇതിന് 12 വരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പൊ ഞാനിപ്പോ ഒരു കണക്ക് പരിശോധിക്കായിരുന്നു. 884 ബാറുകളാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബാറുകളുള്ളത് എറണാകുളം ജില്ലയിലാണ്. 195 ബാറ്. ഏറ്റവും കൂടുതലുള്ള അങ്കമാലിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആയിരിക്കാം. അപ്പൊ 195 ബാറ് എറണാകുളം ജില്ലയിൽ ഉണ്ട്. ഈ 95.29% ബാറുകളും സിംഗിൾ ഓണർഷിപ്പിലുള്ളതാണ്. ഇത് തന്നെ നമ്മൾ സമുദായം തിരിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈഴവ വിഭാഗത്തിനാണ് കൂടുതൽ ബാറുകളുള്ളത്. അത് തിരുവനന്തപുരത്ത് തന്നെ ബിജു രമേശ് അതുപോലെയുള്ള ആളുകളൊക്കെ നമുക്ക് അറിയാം. അത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. അപ്പൊ പൊതുവെ എല്ലാവരും നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ പിതാക്കന്മാർക്ക് തങ്ങളുടെ സഭാമക്കളോട് പറഞ്ഞ് നിങ്ങൾ നിർത്തിക്കൂടെ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനോ അവരെ സഭയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കില്ല, അവരുടെ വീടുകളിൽ പങ്കെടുക്കില്ല എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുറയില്ലേ എന്നുള്ളൊരു ചോദ്യമുള്ള ഒരു ഉട്ടോപ്യൻ ചോദ്യമാണ്. കാരണം അത് നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമായിട്ട് അത് ബുദ്ധിമുട്ടേറിയ. സഭയ്ക്കൊക്കെ അൽമാരുടെ മേലെ എന്ത് നിയന്ത്രണമാണ്? അല്ല, അത് സാധിക്കില്ല. പക്ഷേ ഈ പറയുന്ന ബാർ ഉടമകളായ ക്രിസ്ത്യാനികളായ ആളുകളോട് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിയാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ അവരോട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനോ അവരുടെ ചടങ്ങുകൾക്ക് എന്തെങ്കിലും ആ രീതിയിൽ ഒന്നും സഭ ചെയ്യുന്നില്ല എന്നുള്ളൊരു പിന്നെ പള്ളി എങ്ങനെ പണിയും, പള്ളിയുടെ പാരിഷ് ഹോൾ എങ്ങനെ ആര് പണിയും? അതാണ് ചോദ്യം. അപ്പൊ പാരിഷ് ഹാള് പണിയും, അതാണ് അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ ഈ സമരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് KCBC ആണ്. ഈ KCBCക്ക് മുകളിൽ ഒരു CBCI എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ CBCI എന്തുകൊണ്ടാണ് ഈ ദേശീയ തലത്തിൽ ഈ മദ്യവിരുദ്ധ സമീപനമോ മദ്യം നിരോധിക്കണമെന്നോ മദ്യം ആ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു നീക്കത്തിലേക്ക് പോകാത്തത്? നമ്മളത് കേട്ടിട്ടില്ലല്ലോ. അപ്പം ആ നിലപാടിലുള്ളൊരു വൈരുദ്ധ്യവും അത് കേരളത്തിൽ മാത്രം വരുമ്പോൾ കേരളത്തിലൊന്നും പാടില്ല, കേരളത്തിലെ ആളുകൾ കുടിക്കാനൊന്നും പാടില്ല, കേരളത്തിലെല്ലാവരും മദ്യമുക്താക്കണം എന്നുള്ളൊരു ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം. അപ്പം ഈ പ്രശ്നം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ രാഷ്ട്രീയമായി വരുന്നൊരു പ്രശ്നമായിട്ട് കാണേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താ, നിലവിൽ നമുക്ക് മദ്യനിരോധനം എന്ന് പറയുന്ന ആശയം നടപ്പാക്കുക. കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ ഗുജറാത്തിൽ മദ്യനിരോധനം നടപ്പാക്കി, പക്ഷെ ഇപ്പൊ വീണ്ടും പുനരാലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോ കേരളത്തിലാണെങ്കിലും ചാരായ നിരോധനം കൊണ്ടുവന്നു. അതിനുശേഷം ഇഷ്ടംപോലെ ആളുകൾ കള്ളമാറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഫോറിൻ ലിക്കറിലേക്ക് കൂടുതലായത്. ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 മണിക്ക് വരെയാണ് നേരത്തെ ബാറിന്റെ സമയം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതെ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ 12 മണി വരെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ 12 മണി വരെ ഒട്ടുമിക്ക ബാറുകളിലും ബ്ലാക്കിൽ സാധനം കിട്ടുന്നേ. എനിക്കറിയാൻ വേണ്ടി പറ്റുള്ള കാര്യമാണ്. 12 മണി വരെയൊക്കെ അല്ലെ 1 മണി വരെയൊക്കെ ഈ ബ്ലാക്കിൽ സാധനം കിട്ടുന്ന സ്ഥലമാണ് എല്ലാ ബാറുകളും. പിന്നെ അത് നിയമവിധേയമാക്കുന്നതിന് എന്താണ് പ്രശ്നം? തടസ്സം എന്താണ്? അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ KCBC മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് വലിയൊരു ജാഗ്രതയോടുകൂടി വലിയൊരു വിമർശനവുമായിട്ട്
രംഗത്ത് വന്നിരിക്കുന്നത്. KCBC സംബന്ധിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KCBC എന്ന് പറയുന്ന ഒരു സംവിധാനം സഭയ്ക്കകത്തുള്ളത് ഇവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കണമല്ലോ. നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഒരു ഇടപെടൽ നടത്തണമല്ലോ. KCBC അങ്ങനെ ഇടപെടൽ നടത്തുമായിരുന്നെങ്കിൽ ആദ്യമൊക്കെ പരിഹരിക്കേണ്ടത് കേരളത്തിലെ കുർബാന തർക്ക വിഷയമായിരുന്നു. അപ്പൊ അതിനകത്തൊന്നും നിലപാടില്ലാതെ ഇവിടുത്തെ കള്ള് കച്ചവടത്തെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പോയിട്ട് എന്ത് കാര്യമുണ്ട്? അവിടെയാണ് പ്രശ്നം. അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് പലപ്പോഴും നമ്മൾ പ്രത്യക്ഷത്തിൽ അതൊരു രാഷ്ട്രീയ നിലപാടായിട്ട് മാറുകയാണ്. അപ്പൊ ഒരു UDF അനുകൂല കോൺഗ്രസ് അനുകൂല നിലപാടിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന വിമർശനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KCBC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. പല ബിഷപ്പുമാരും KPCCയുടെ ഭാരവാഹികളാണെന്നുള്ള രീതിയിൽ പണ്ട് സംസാരിച്ച സംഭവങ്ങളൊക്കെ ഓർമ്മ. KPCC ഭാരവാഹികളെ പോലെ ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞ ആ ബിഷപ്പുമാർ കാലം ചെയ്തൊക്കെ പോയി അത്തരം വിമർശനങ്ങൾ ഉയർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ഈ രാഷ്ട്രീയം അതിനകത്ത് നിന്ന് എഴുതിക്കുകയാണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് നന്മ വരുന്നതിനോ ജനങ്ങളുടെ മദ്യപാന ആസക്തി അവസാനിപ്പിക്കുന്നതിനോ മദ്യം എന്ന് പറയുന്ന വിപത്തിനെ ഇല്ലാതാക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ശ്രമം അല്ല. മദ്യം വിപത്താണെന്ന് ഞാൻ പറയില്ല കേട്ടോ. അല്ല, അവര് പറയുന്നത് അവരുദ്ദേശിക്കുന്നത് അങ്ങനെയാണല്ലോ. അതാണല്ലോ മദ്യവിരുദ്ധ സമിതിയുടെ ഇതെന്ന് പറയുന്നത്. മദ്യത്തെക്കാൾ വിപത്തായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോഴത്തെ MDMA പോലുള്ള രാസലഹരികൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കാര്യമായൊരു നീക്കത്തിലേക്ക് KCBC അടക്കം പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ മദ്യത്തിനെ കുറിച്ച് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു നിലപാട് പറയ്ക്കോ ചെറിയൊരു ഈ രാസലഹരിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മദ്യത്തിനെതിരെ സമരം ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതേസമയം ഈ പറഞ്ഞ ഈ രാസലഹരിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇവന്മാർക്ക് തലയ്ക്ക് വെളിവും ബോധമൊന്നുമില്ല. ഇവന്മാർ ചിലപ്പോൾ അരമന കയറി വേണമെങ്കിലും പണി കൊടുക്കും. അതെ, കാര്യമായിട്ട് പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ്. അദ്ദേഹം പറയണത്, എനിക്ക് സംഭവങ്ങളൊക്കെ അറിയാം, പക്ഷെ അവനായിട്ടൊരു പണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്കിട്ട് അവൻ തിരിച്ചിറങ്ങിക്കിട്ട് നമ്മുടെ കുടുംബത്ത് കയറി അവൻ പണിയും. അവന് വെളിയും തലയ്ക്ക് ബോധമില്ലല്ലോ. MDMA അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തലയ്ക്ക് ബോധമില്ലെന്ന് പറയുന്നത്. അവൻ എന്ത് ചെയ്യുന്ന അവന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പോലും ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ആ ഒരു ഭയമേഖല KCBCയും ഈ പറഞ്ഞ ഉണ്ടാകാം. അപ്പൊ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന പലപ്പോഴും രാഷ്ട്രീയ ടൂളായിട്ട് ഈ ക്രൈസ്തവ സഭകൾ പൊതുവിൽ ഉപയോഗിക്കുന്നൊരു സ്ഥിതി കാണുന്നുണ്ട്. ഒരേ സമയം തന്നെ LDFിൽ നിന്നും പല വിധത്തിലുള്ള നേട്ടങ്ങൾ. LDF ഭരണകാലത്താണ് ക്രൈസ്തവ സഭകൾക്ക് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം LDFിൻ്റെ ഭരണകാലത്ത് LDF മന്ത്രിമാരോട് ചെന്ന് സംസാരിക്കുമ്പോൾ അവരെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് സഭകളിലെ പല കാര്യങ്ങളും പണ്ടത്തെ LDF പോലെ അത്ര ഒരു അകൽച്ചൊന്നും സഭയായിട്ട് ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDFനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകളിലേക്ക് ക്രൈസ്തവ സഭകൾ. SBയുടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ യാക്കോബായ സഭ ഇന്നും നിലനിൽക്കുന്നത് പോലും ഒരു LDFിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നിലപാടിൻ്റെ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി എന്താ എങ്ങും തൊടാതെ നിന്നിരുന്നത്. അത് ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് പക്ഷക്കാരനായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതൊന്നും തൊടാതെ ആ സമയത്താണ് മൃതദേഹം റോട്ടിൽ വെച്ചിട്ട് അമ്മച്ചിമാരുടെയൊക്കെ ഇത് വെച്ചിട്ട് തർക്കവും ബഹളവും ലാത്തിയടിയൊക്കെ ഉണ്ടായിട്ടുള്ള സമയം. പക്ഷെ ഈ ഗവൺമെന്റ് വന്നപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്നു, ഓർഡിനൻസ് കൊണ്ടുവന്നു. ആദ്യം സെമിത്തേരിക്ക് അവകാശം അവർക്കും ഉണ്ട്, അത് അടക്കേണ്ടത് അവിടെ തന്നെ അടക്കണം എന്ന് തന്നെ ഒരു നിലപാടിലേക്ക് പോയി. പള്ളി പിടിക്കാനായിട്ട് ഒരു കോടതി വിധിയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് തല്ലിയൊന്നും പിടിച്ചു തരാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് പോയി. അപ്പോൾ ഈ യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ UDF ഗവൺമെന്റ് ആണെങ്കിൽ ഒരു 50ഓളം പള്ളികൾ കൂടി വേറെ നഷ്ടപ്പെട്ടു പോയേനെ. പക്ഷെ ആ രീതിയിൽ എടുക്കുന്ന നിലപാടിലേക്ക് വരുമ്പോൾ അത്തരം സഭകൾ തിരിച്ച് ഒരു രാഷ്ട്രീയമായൊരു പോരാട്ടത്തിലേക്ക് വരുമ്പോൾ LDFിനൊപ്പം നിൽക്കണമെന്നോ അങ്ങനെ സഹായിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ സഭ വിചാരിച്ചാൽ എത്ര വോട്ട് മറിക്കാൻ പറ്റും? ഞാൻ സഭയുടെ കാര്യമല്ല സിബി പറയുന്നത്. സഭാ നേതൃത്വം വിചാരിച്ചു കഴിഞ്ഞാൽ വോട്ട് മറിക്കാൻ പറ്റില്ല, ഒരു സംശയമില്ല. ഒരു അച്ഛൻ പറയുമോ ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പൊതുവിൽ സഭയിൽ അകത്തുള്ള ഓരോ സഭയ്ക്കത്തുള്ള ആളുകളും സഭാ നേതൃത്വം ഒന്നും വിശകലനം ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. ഒരു സഭയ്ക്കകത്തുപെട്ട ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ തീരുമാനം എന്റേതാണത്. അതാണ് അതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ടാവാം. പക്ഷെ എന്ന് കരുതിയിട്ട് അവസാനം പറയുന്ന നിലപാട് അത് എന്റെ നിലപാടായിട്ടായിരിക്കും ഞാൻ പറയുക. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് നിർബന്ധിച്ച് പറയാൻ പറ്റുമോ നിങ്ങൾ UDFനെ പിന്തുണയ്ക്കണം അല്ലെങ്കിൽ LDFനെ പിന്തുണയ്ക്കണം എന്ന് പറയാൻ പറ്റും? അല്ല, അങ്ങനെ പറയണം എന്നല്ല ഞാൻ പറയണം. പക്ഷെ ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഒരു ഇടത് വിരുദ്ധമായ സമീപനത്തിലേക്ക് കൃത്യമായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാലങ്ങളായി നമ്മൾ കാണുന്ന കാര്യം സമദൂരമായിട്ട് ഇപ്പോൾ NSS നിൽക്കുന്നു. സമദൂരം എന്ന് പറഞ്ഞാൽ സമദൂരത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ NSSന് ഇപ്പോൾ സമദൂരമൊന്നുമില്ല. NSSന് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട ഒക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഈ സഭകളെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തിലും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പൊതുവിൽ നോക്കുമ്പോൾ ഈ
കോൺഗ്രസിനോടും UDF-നോടും അനുകൂലിക്കുന്ന നിലപാടിലേക്കാണ് പൊതുവിൽ നിരീക്ഷിക്കുമ്പോൾ വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് LDF എടുക്കുന്ന സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചതാണ് യാക്കോബായ സഭയുടെ കാര്യത്തിൽ. അങ്ങനെ ഓരോ വിഷയത്തിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനി ഒരു സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുമ്പോൾ ലത്തീൻ സഭ തന്നെ, ലത്തീൻ സഭ എടുക്കുന്നത് എറണാകുളത്ത് പാർലമെന്റ് സീറ്റിലും എറണാകുളത്ത് അസംബ്ലി സീറ്റിലും ഒക്കെ വരുന്ന സമയത്ത് ഇരു കൂട്ടരോട് ലത്തീൻ സഭയുടെ ആളുകളെ നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതേ സമയത്ത് മറ്റു സമുദായക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്, അവരങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴും എറണാകുളത്തെ പാർലമെന്റ് സീറ്റിലായാലും എറണാകുളത്തെ അസംബ്ലി സീറ്റിലായാലും ഇവർക്ക് മേൽക്കൈയുള്ള സീറ്റുകളിലായാലും പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ പോലും LDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമല്ലേ? അവിടെയാണ് പ്രശ്നം. നമ്മൾ പറയുന്ന പ്രശ്നം പ്രധാനമായിട്ട് അതാണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളെ പരിശോധിക്കാതെ ഞാൻ എന്തുകൊണ്ട് കോൺഗ്രസ് മലയാളിയെ സംബന്ധിച്ചിട്ട് മലയാളിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച ഒരു പ്രോസസ്സാണത്. കാരണം ചിലർ LDF ആണ് ജനിച്ചപ്പോൾ മുതൽ, ചിലർ UDF ആണ് ജനിച്ചപ്പോൾ മുതൽ, ചിലർ BJP ആണ് ജനിച്ചപ്പോൾ മുതൽ. ഇവര് എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഉണ്ടാവത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചിട്ട് ആളുകൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം ഉണ്ടാകും. ആ നിലപാടുകൾക്കനുസരിച്ച് ചെയ്യുമ്പോഴും ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവരെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും സഹായിക്കുന്ന, അവരുടെ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന ഈ വിഭാഗങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ പോലും എതിർക്കുന്ന സമീപനം ആണ് പൊതുവിൽ അവർ സ്വീകരിക്കുന്നത്. അതാണ് അതിനകത്തുള്ള പ്രശ്നം. അത് കണ്ടന്റ് അവിടെയാണ്. അതായത് ഒരു നിലപാടെടുത്തൊരു ഗവൺമെന്റ് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല കാണുന്നത്, പക്ഷെ അന്ധമായ ഒരു വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നു. അത് ഞങ്ങളെ എന്ത് അതിന് ക്രിസ്ത്യൻ എന്നൊരു പേര് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതിപ്പം NSS ആയാലും SNDP ആയാലും KPMS ആയാലും ആരായിരുന്നാലും ഈ പറഞ്ഞ മുസ്ലിം സമുദായമാണെന്ന് പറഞ്ഞാലും ഇത് അവരെ സംബന്ധിച്ചിട്ട് അവർക്കൊരു രാഷ്ട്രീയ കൊടിയിൽ വിശ്വസിക്കുന്നുണ്ട്. ആ കൊടിയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ തിങ്കിങ്. അതിനകത്ത് ആ പർട്ടിക്കുലർ പോയിന്റിലാണ് ഞാൻ വരുന്നത്. അവിടെയാണ് ഇത്. ഇപ്പോൾ ഈ KCBC ഒഴികെ ഈ ബാറിന്റെ ടൈമിൽ വ്യത്യാസപ്പെടുത്തിയതിനെ കുറിച്ച് ആരും ഒരു നേരിട്ട് എന്തെങ്കിലും പറയണ്ടേ? KCBC ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന്. കാരണം KCBC ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പറയണ്ടേ? ഇവിടെ സർക്കാരിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, പക്ഷെ ആളുകളുടെ ഇടയിലേക്ക് കൃത്യമായൊരു മെസ്സേജ് പോകുന്നു. ആളുകളെ സംബന്ധിച്ച് ഞാൻ പറയാം, കേരളത്തില് ഈ ചാരായ നിരോധനം വന്നു. ചാരായ നിരോധനം വന്നതിന് ശേഷം പിന്നീട് അടുത്ത AK ആന്റണി സർക്കാർ അധികാരത്തിൽ വന്നോ? ഇല്ല. എത്ര സീറ്റ് കൊണ്ട്? 93 സീറ്റ് കൊണ്ട് നേടിയിട്ടാണ് VS അച്യുതാനന്ദൻ നിരോധിച്ചു. ഇതൊക്കെ കേരളത്തിലെ ഈ പറഞ്ഞ സംഭവമായിട്ടൊന്നൊക്കെ ഇറങ്ങിക്കൽ ഈ സമയം വർദ്ധിപ്പിച്ചല്ലോ. നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും, ഒരു 50,000 വോട്ടെങ്കിലും ഈ പറഞ്ഞ LDF-ന് അനുകൂലമായിട്ട് പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇടയാക്കത്തേ ഉള്ളൂ. 50,000 വോട്ട് കൂട്ടിയാൽ മതി. ഈ 50,000-ത്തെ 140 നിയോജക മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തോളൂ. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 300-350 വോട്ട് വെച്ച് LDF-ന് ഈ ഒരു പ്രശ്നത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ് കാര്യം. പക്ഷെ പ്രശ്നം ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് സഭാ നേതൃത്വങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവരത് അങ്ങനെയല്ല എടുക്കുന്നത്. അത് UDF-ന് അനുകൂലമായി ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനും എനിക്ക് UDF-ന് അനുകൂലമായിട്ടൊരു അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് സഭ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു നിലപാട് ഇതാണ്. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിട്ട് സഭയ്ക്ക് അല്ലെങ്കിൽ KCBC-ക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഇവിടെ? അവരെന്ത് ഈ പറഞ്ഞ KCBC നേരത്തെ KCBC എന്ന് പറഞ്ഞ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുമായിരുന്നു. ഈ പറഞ്ഞ സഭയ്ക്ക് തന്നെ ചില നോക്കുമ്പോ ഈ 95,000 ലിറ്റർ വൈൻ ഉൽപ്പാദിപ്പിക്കാനുള്ള 24 ലൈസൻസ് ആണ്. അത് അത് ആ രീതി പറയല്ല. പക്ഷെ ഇതാണ് ഈ പറയുന്ന കാര്യം. അതായത് KCBC-ക്ക് മുകളിലുള്ള CBCI-ക്കൊന്നും മദ്യവിരുദ്ധമായ നിലപാടില്ല, മദ്യത്തിനെതിരെ വേറെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ പൊതുവിൽ ഞാൻ പറയുന്നത് ഇടതുപക്ഷ വിരുദ്ധ കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമീപനങ്ങൾ പൊതുവിൽ സ്വീകരിച്ചു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു നിലപാടായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ എന്ന് സംശയമുണ്ട്. അത് ആ രീതിയിലൊരു മെസ്സേജ് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഈ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ക്രൈസ്തവ സഭകളുടെ പല പ്രശ്നങ്ങളിലും പ്രായോഗികമായി ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ
LDF ഗവൺമെന്റുകൾ ഓരോ സമയത്ത് സൂക്ഷ്മമായിട്ട് കാണും. ജെ.ബി. ഘോഷ് കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ അനുകൂല നിലപാടുണ്ട്. കാരണം ഭിന്നശേഷിക്കാരുടെ അധ്യാപന നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മദ്യപന്മാരുടെ ഒരു 300 വോട്ട് ശരാശരി ഓരോ മണ്ഡലത്തിലും വീഴുമെന്നൊക്കെ നമുക്ക്, കാരണം 12 നിയോജക മണ്ഡലങ്ങളിൽ 1500 വോട്ടിന് താഴെയാണ് UDFന്റെ ഭൂരിപക്ഷം ഉള്ളത്. കറക്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വോട്ടുകളൊക്കെ നിർണായകമാണ് എന്ന് പറയുന്നത് സംശയമില്ല.